കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ഭാരതീയം അമ്പലമണി. അമ്പലമണിയിൽ പ്രധാനമായും പറയുന്നത് പിന്നെ ക്ഷേത്രത്തിനുള്ളിലെ സുഗതകുമാരി തൻ്റെ അമ്പലമണി എന്ന കവിതയിലുടനീളം പ്രതീകാത്മകമായ ചില കാര്യങ്ങളാണ് നമ്മൾ വായനക്കാർക്ക് നൽകുന്നത് അല്ലേ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തം ധർമ്മമോർത്ത് ഇപ്പോഴും പൊട്ടിയ പാട്ടുപാടി തൻ്റെ കർമ്മം ചെയ്യുന്ന അമ്പലമണി തനിച്ച് പാട്ട് പാടുന്ന പോലെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട കവിതകൾ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രാത്രിമഴ ചുമ്മാതെ ചിരിച്ചും വിതുമ്പിയ സുഗതകുമാരിയുടെ രാത്രിമഴ. അപ്പം മിസ് എല്ലാത്തിലും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ രാത്രിമഴ. ഓക്കെ, രാത്രിമഴ ഇന്നെൻ്റെ പിന്നെ ചുമ്മാതെ ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്ന യുവതിയാം ഭ്രാന്തിയെപ്പോലെ എന്ന് പറയും. രാത്രിമഴ സുഗതകുമാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. ഈ കവിത കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെന്താണ് ഇതിൽ പറയുന്നത്, ആരും കടന്നു വരാത്തൊരു ക്ഷേത്രത്തിനുള്ളിലേക്ക് കവി വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നെന്താണ്, പിന്നെ പ്രധാനപ്പെട്ട കൃതികൾ ഇതിൽ പറയുന്നത് മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പാവം മാനഹൃദയം, പ്രണാമം, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, പിന്നെയോ കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, പിന്നെ രാധ എവിടെ, കൃഷ്ണ കവിതകൾ, കാവ് തീണ്ടല്ലേ, വാരിയെല്ലി. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സുഗതകുമാരിയുടെ പ്രധാനപ്പെട്ട വരികൾ എന്ന് പറയുന്നത്. ഓക്കെ, വയലാർ രാമവർമ്മ പുരസ്കാരം നമ്മുടെ സുഗതകുമാരിക്ക് കിട്ടിയിട്ടുണ്ട്. കവിതാ സമാഹാരത്തിലെ ശ്രദ്ധമായ കവിതയാണ് അമ്പലമണി. ഓക്കെ, പിന്നെ ജീവിതാവസ്ഥകളിലും മറ്റു ദുഃഖത്തിലും കവയിത്രി ജനങ്ങളിൽ പങ്കുവച്ചു. ചുറ്റുപാടുകളുടെ വ്യഥകൾ മാതൃഭാവത്തിലൂടെ, ചുറ്റുപാടുമുള്ള വേദനകളെല്ലാം സ്വന്തം മാതൃഭാവത്തിലൂടെ പ്രേക്ഷകരെ അറിയിച്ച കവയിത്രിയാണ് നമ്മുടെ സുഗതകുമാരി. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കഴിഞ്ഞ ആദ്യഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ കവിത എഴുതിയിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, സാമൂഹിക പ്രവർത്തകയാണ്. തന്നെ സാമൂഹിക രംഗങ്ങളിൽ ഉണ്ടാകുന്ന സ്ത്രീ സാക്ഷീകരണം, പ്രകൃതി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം. അപ്പോൾ നിങ്ങളിത് മറന്നു പോകരുത്, ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കവിതകളിലൂടെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചൊരു കവയിത്രി കൂടിയാണ് നമ്മുടെ സുഗതകുമാരി. ഓക്കെ, പിതാവിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളും കവിതകളും സുഗതകുമാരിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കേട്ടോ. പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മക്കൾ അറിയുമല്ലോ. അപ്പോൾ സുഗതകുമാരിയുടെ വീട്ടിൽ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കുറച്ചൊക്കെ അറിയായിരിക്കില്ലേ, നമ്മൾ സ്വാതന്ത്ര്യം ഇല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിനെ പറ്റിയിട്ടും കവിത എഴുതിയിട്ടുണ്ട്. സുഗതകുമാരി കവിത എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിന് മുന്നിൽ കവി നിൽക്കുന്നതാണ് തുടങ്ങുന്നത്. കൂടാതെ വവ്വാലുകൾ തൂങ്ങുന്ന തൃക്കോവിലും വേരൂന്നി നിൽക്കുന്ന വനങ്ങളും പായലും മൂടിക്കിടക്കുന്ന അമ്പലക്കുളങ്ങളും പായലും ജീർണതയുടെ ചിഹ്നങ്ങളാണ്. അതിശാന്തതയുടെ ഗാഠമൂകതയിൽ ആർദ്രമായ മണിയൊച്ച കവി കേൾക്കുന്നു. രാത്രിയിൽ ആരാണ് മണി മുഴക്കുന്നതെന്ന് കവി സംശയിച്ചു. കാറ്റിൽ നേരത്തെ താളം മുഴങ്ങുന്ന ഓട്ടുമണി അവിടെയെങ്ങും കാണപ്പെട്ടു. അറ്റമുടഞ്ഞ അമ്പലമണിയുടെ നാവി ഇടറുന്നുണ്ടെങ്കിൽ ആ പാട്ട് നിർത്തുന്നില്ല. പിന്നെന്താ പറഞ്ഞത്, വക്കു പൊട്ടിയതാണെങ്കിലും ആ അമ്പലമണിക്ക് ഇപ്പോഴും ശബ്ദിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ പണ്ടത്തെ ജീർണതയാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ നിന്നാൽ പോരാന്ന്, പുതുതലമുറയിലേക്ക് വരണം. അപ്പോൾ ആ വക്കു പൊട്ടിയ അമ്പലമണിക്ക് എന്തുണ്ട്, ശബ്ദിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, താഴെക്കിടയിലാണെങ്കിലും ശബ്ദിക്കേണ്ടവർ നമ്മൾ ശബ്ദിക്കണം. പിന്നെ കല്ലു മാത്രമായി മാറിയ ദേവൻ, അതോ ദേവനെ മാത്രം വിൽക്കാമെന്ന് കരുതിയ നിങ്ങൾ ഒരേപോലെ
ഒരേപോലെ ഇരുണ്ട വാവലും ഖിന്നയായ രാത്രിയും ഇതാണോ? പണ്ടാരോ കൊടും ചൂടിൽ ഉരുക്കി വാർത്തുണ്ടാക്കിയ മണിയെ ദേവന്റെ ഈ അമ്പലമണിയെ ദേവന്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് നമ്മുടെ കവയിത്രി പറയുന്നത്. സുഗന്ധവും നിറയെ വെളിച്ചവും പൂക്കളും, ചെറിയ കാറ്റ് വന്നാൽ പോലും ഈ മണി പാട്ട് പാടിയിക്കാം. എന്നാൽ ഇപ്പോൾ ഈ വിഷാദവും ഇരുട്ടും നിറഞ്ഞ ഏകാന്തമായ അന്തരീക്ഷത്തിൽ ആരാണ് ഇവിടെ ശബ്ദം കേൾപ്പിക്കാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. തനിച്ചാണെങ്കിലും ഇന്നും മണിയുടെ പാട്ടിൽ അല്ലെ, ആ അമ്പലമണിയുടെ പാട്ടിൽ ജീവചൈതന്യമുണ്ട്. പിന്നെ അമ്പലത്തിൽ ശംഖനാദം മുഴങ്ങുന്നത്, പിന്നെ ജനങ്ങൾ വന്നു തിങ്ങി നിറയുന്നത്, നിറമാറിൽ ദീപാരാധനകളുടെ തിളക്കം. ആ സമയത്തൊക്കെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ദീപാരാധന എപ്പോഴാണ്ട് അവർ പുലർച്ചെയൊന്നും ഉണ്ടാവാറില്ല എന്നാണ് തോന്നുന്നത്. വൈകുന്നേരമാണ് ദീപാരാധന അധികം ഉണ്ടാവാറ്. പിന്നെ മണ്ണിലെ ഇരുളിൽ താൻ ഉറങ്ങിയ കാലത്ത് കൈക്കോട്ടിനെ പറ്റി പാടുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പഴയ ചൈതന്യത്തെ പറ്റി, അമ്പലത്തിലെ ശംഖനാദത്തെ പറ്റിയൊക്കെ അത് സുഗതകുമാരി കവിതയിലൂടെ നമ്മളോട് പറയുന്നു. അപ്പോൾ അമ്പലമണിയിലുണ്ടാവുന്ന കേൾക്കുവാൻ ആളില്ല എന്ന് പറയേണ്ടല്ലേ, സമാന ചിന്താഗതിയാൽ പിന്നെ അറ്റമുടഞ്ഞിട്ടും മറ്റുള്ളവർക്കായി സംഗീതം പൊഴിക്കുന്ന അമ്പലമണിയെയാണ് ഇതിൽ പറയുന്നത്. എന്നിട്ടും സമാന പരസ്പരം വേഗം മനസ്സിലാവുന്നു എന്നും പറയുന്നു. അതായത് സ്വരം മങ്ങിയാലും കവി പാടിക്കൊണ്ടേയിരിക്കും. അമ്പലമണി എത്ര ജീർണതയിലാണെങ്കിലും ശബ്ദം മുഴക്കിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ അമ്പലമണിയുടെ ഒരു പരിസരമാണ് ഈ ഒരു കവിതയിലൂടെ സുഗതകുമാരി കേൾപ്പിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കടമ്മനിട്ട കവിതകളാണ് ഏത്? കിരാതവൃത്തം. കാട്ടാളൻ്റെ, അദ്ദേഹം ഒരു പ്രകൃതി സംരക്ഷകനാണ്. അതുകൊണ്ട് തന്നെ കാട്ടാളനും പ്രകൃതി നശീകരണത്തിനെതിരെയൊക്കെ നിന്ന ആളാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട കിരാതവൃത്തം +2 ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. +2 കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കിരാതവൃത്തം. കിരാതൻ എന്ന് പറഞ്ഞാൽ കാട്ടാളനാണ്. കാട്ടാളൻ ഈ ജനങ്ങളോട് പറയാണ്, എന്തിന് കാടവിട മക്കളെ, നാടവിട മക്കളെ, കാട്ടുതീയെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ കാടിനെ തീ വെച്ച് നശിപ്പിക്കുന്നത്? കാട്ടുതീ ഉണ്ടാകുന്നത് കരിയിലതായിട്ട് കാട്ടുതീ വരെ വരുന്നു. അതൊക്കെ എന്തിൻ്റെ പ്രതികരണങ്ങളാണ്? പ്രകൃതിയെ നശിപ്പിക്കുന്നതിനാണ്. കാരണം മരങ്ങളെല്ലാം ഉണങ്ങിപ്പോവാണ് അല്ലേ, മരങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കാരണം പ്രകൃതി വായു മലിനീകരണം നശിപ്പിക്കുകയാണ്. പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ചിട്ട് എന്ത് ചെയ്യാൻ? പ്രകൃതി നല്ല വായു നമ്മൾ ശ്വസിക്കുന്നില്ല, മഴയില്ല. മരങ്ങൾ നശിപ്പിച്ചിട്ട് ഫർണിച്ചറുകളും പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് എന്തില്ല, പിന്നെ എന്തില്ല എന്നാ പറയുന്നത്, നല്ല ശ്വസിക്കാൻ വായുവില്ല. പിന്നെന്താ കാട്ടാളം പറയുന്നത്? എന്തില്ല, ചുറ്റുവട്ടത്തുള്ള കാടിനുള്ളിൽ താമസിക്കുന്ന കാട്ടുവാസികൾക്ക് താമസിക്കാനുള്ള ഇടമില്ലാതായി, പക്ഷികൾക്ക് കൂടുകൂട്ടാൻ എന്തില്ല, സ്ഥലങ്ങളില്ലാതെയായി. അങ്ങനെ കടമ്മനിട്ട കവിതയുടെ സവിശേഷത കണ്ട് കടമ്മനിട്ട പിന്നെ എന്ത് പറയുന്നു? കടമ്മനിട്ട കാവ്യജീവിതത്തെ പറ്റി ഇതിൽ പറയുന്നു. ഇതിൽ വരികൾ മിസ്സൊന്ന് വായിക്കാം. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 4 വരികളാണ്. ഇതായിരിക്കും അധികം എക്സാമിന് ചോദിക്കട്ടോ. അദ്ദേഹം പ്രകൃതി സംരക്ഷണത്തിന് തന്നെ സുഗതകുമാരിയെ പോലെ തന്നെയാണ്. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നോ, നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുത്തോ, നിങ്ങൾ ഞങ്ങളെ കുഴിമാടം കുളം തോണ്ടുന്നോ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളായെന്ന് നിങ്ങൾ പറയണം. കാരണം ഇത്രയും പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളെ, പുഴയായാലും കാടായാലും വെള്ളം, വായു, ഇതെല്ലാം നിങ്ങൾ എന്തിനാണ് നശിപ്പിക്കുന്നതെന്നാണ് കാട്ടാളൻ ജനങ്ങളോട് ചോദിക്കുന്നത്. കൂടാതെ കാടിനെയാണ് ഇമ്പോർട്ടൻ്റ് ആയി. കാട്ടാളൻ കാട്ടിലാണെങ്കിലും കഴുത്തിൽ എന്തോ ഒരു വലിയൊരു ജപമാലയൊക്കെ ഇട്ട് പിന്നെ രാക്ഷസനെ പോലെ അട്ടഹസിക്കുന്ന ഒരു കിരാതവൃത്തം എന്നാണ് ഇതിൻ്റെ കവിതയുടെ പേര്. ഒരു കാട്ടാളനെ സൃഷ്ടിച്ച് കാട്ടാളൻ ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കാട് എന്തിനാണ് നശിപ്പിക്കുന്നത്, മരങ്ങൾ എന്തിനാണ് മുറിക്കുന്നതൊക്കെ. അതാണ് ആ കടമ്മനിട്ട കവിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയൊരു കവിത. പിന്നെ കേരളത്തിലുടനീളം പല വേദികളിലേക്ക് അവതരിപ്പിച്ചു ശ്രദ്ധേയനായ കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. ആ കവിതകൾ ഒരു കാലത്ത് മലയാള സാഹിത്യത്തിൽ ഓളം തള്ളിയിരുന്നു. നല്ല മനുഷ്യരാകാൻ തുടങ്ങുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കാവ്യരചന. കടമ്മനിട്ട വിശ്വസിച്ചു. നവീന കവിതയുടെ പ്രചാരണത്തിൽ അദ്ദേഹം മനുഷ്യ സേവനം വിസ്മരിക്കുന്നില്ല. സാമാന്യ ജനതയുടെ അഭിരുചിയെ മനസ്സിലാക്കുകയും അനുഭവരസങ്ങളെ ചിട്ടപ്പെടുത്തി ഭാഷാരീതി കൊണ്ട് മൂടിവെക്കുകയും ചെയ്തിരുന്ന ആളാണ് കടമ്മനിട്ട. അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും പ്രധാനപ്പെട്ട കൃതികൾ മിസ് പറയുന്നുണ്ട്. കുറത്തി, മകനോട്, ശാന്ത, കണ്ണൂർ കോട്ട, കോഴി, കാട്ടാളൻ, കിരാതവൃത്തം. അത് രണ്ടും വേറെ വേറെ കവിതകളാണ്. പക്ഷെ കിരാതവൃത്തത്തിൽ ഒരു കാട്ടാളനാണ് നായകൻ. അല്ലാതെ തന്നെ കാട്ടാളൻ എന്ന് പറഞ്ഞ വേറെ തന്നെ ഒരു കവിതയുണ്ട് കേട്ടോ, മാറിപ്പോവരുതേ. ഇരുട്ട്, ജയിൽ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, കുഞ്ഞെ പാൽ കുടിക്കരുത്, ചിത, ശരശയ്യ, കിരാതവൃത്തം, ഉണരാൻ ഭയമാണ്, അവസാന ചിത്രം, ഞാനിവിടെയാണ്, പിന്നെ നദി ഒഴുകുന്നു, അവലക്ഷണം തുടങ്ങിയ കുറേ സംഭവങ്ങൾ അല്ലേ. ഒക്ടോവിയ പാസിൻ്റെ സൂര്യശില എന്ന കൃതികൾ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച ആദ്യ കാവ്യ സമാഹാര പേരിൽ 1976 പ്രസിദ്ധീകരിച്ചു. പിന്നെ
ഈ ഒരു കവിത കടമ്മനിട്ട എഴുതിയ കടമ്മനിട്ട എന്ന് പറയുന്ന ഈ ഒരു കവിതാ സമാഹാരത്തിൽ എന്താ പറയുന്നത് അറിയാം? ഒരാൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കടമ്മനിട്ടയിലൂടെ നടന്നു പോകുമ്പോഴുണ്ടാവുന്ന പിന്നെ ഗ്രാമത്തിൻ്റെ വിശുദ്ധി, നാഗരിക ജീവിതം, മനുഷ്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ. ഓക്കെ, മനുഷ്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളാണ് ഈ കവിതയിലുള്ളത്. ഓക്കെ, മനുഷ്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ. മനുഷ്യ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളാണ് കടമ്മനിട്ടയുടെ കവിതയിലൂടെ പറയുന്നത്. ഓക്കെ, നീറുന്ന ജീവിതസത്യം കുപ്പിയിൽ വാറ്റിയെടുത്ത് ഒഴിഞ്ഞു കിടക്കുന്നു. കച്ചിയർത്തും കലപ്പ പിടിച്ചും എഴുത്തിൻ്റെ വാലിൽ തൂങ്ങി നടന്ന ബാല്യങ്ങൾ എന്ന് വിളർത്തും എരിഞ്ഞ് വിശപ്പിൻ്റെ നെഞ്ചത്ത് ആഞ്ഞു തൊഴിക്കുന്നു. എല്ലിൻ കാവടി എരിയും വെയിലിൽ മിന്നുന്നൻ കണ്ണു തിരുമ്മിക്കോട്ടെ എന്നുള്ള വരികളുണ്ട്. ആ വരികളിലെ ആശയം എല്ലിൻ കാവടി എരിയുന്ന വേനലിലൂടെ വേച്ചും വിയർത്തും എരിതീയിൽ എണ്ണ പകർന്നു ഇറങ്ങി കണ്ണ് കലങ്ങി നശിക്കുന്നത് കണ്ട് ഞാൻ നടന്നു. മറുതയും മാടനും മാരക രോഗങ്ങളും ഉഷ്ണപ്പുണ്ണും ഗ്രാമത്തെ ഉരുക്കി നശിപ്പിക്കുന്നത് കണ്ട് ഞാൻ കിടന്നു. ഇവിടം ജീവിതത്തിൻ്റെ ചുടലയാണോ? സജീവത്വവും നർമ്മില്യവും വിട്ടുപോയ ഗ്രാമവും നഗരവും തമ്മിൽ വ്യത്യാസമില്ലാതിരിക്കുന്നു. ഞാൻ ഈ വഴിയിൽ ഒത്തിരി നേരം ഇരുന്നൻ കണ്ണു തിരുമ്മിക്കോട്ടെ. ആ വരി കണ്ടാൽ നിങ്ങൾ എന്ത് എഴുതും? വരി മിസ് ഒന്നും കൂടി വായിക്കാം, കുറച്ച് പരിചയം വേണമെന്നാണ് മിസ് വരികൾ അല്ലേ. ഞാൻ ഈ വഴിയിൽ ഒരിത്തിരി നേരം ഇരുന്നൻ കണ്ണു തിരുമ്മിക്കോട്ടെ, ഞാൻ കണ്ണു തിരുമ്മിക്കോട്ടെ എന്ന് വിതുമ്പോഴും സാധാരണക്കാരൻ്റെയും അടിയാളൻ്റെയും കാലം വരുമെന്നു തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നു. അല്ലേ? മലയാള കവിതാസ്വാദകരെ എങ്ങനെയും ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ് നമ്മുടെ കടമ്മനിട്ട. മാനുഷിക ബന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ക്രൂരത എഴുതപ്പെടാതെ പോകുന്നത് അവിവേകമാണ്. അല്ലെ, മനുഷ്യൻ്റെ ഇടയിലുള്ള ക്രൂരത പാടില്ല എന്നൊക്കെ പറയുന്ന കവിയാണ്. പിന്നെ ജീവിതത്തിൽ നിത്യമായ അവസ്ഥകളെല്ലാം പ്രക്ഷോഭമായിട്ടാണ് പെട്ടെന്ന് പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലും മനുഷ്യന് എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ജീവിക്കാനും അദ്ദേഹം പറയുന്നു. ജീർണതയുടെ ലോകമാണ് കടമ്മനിട്ട എന്ന കവിയിൽ കാണാൻ. ജീർണതയുടെ ലോകം. നേരത്തെ അമ്പലമണിയിൽ ഒരു ജീർണത പറയുന്നുണ്ട് അല്ലേ? പഴയ അമ്പലത്തിൽ ജീർണിച്ച് കിടക്കുന്ന ഒരു അമ്പലത്തിൻ്റെ ഒരു പരിസരമാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. അതേപോലെ കടമ്മനിട്ടയും പറയുന്നത് ജീർണതയുടെ ഒരു ലോകമാണ്. ഗ്രാമത്തിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ കൽപ്പൂടകൾ തൂങ്ങി കിളികളും പുലർക്കാല കാഴ്ചകളും നിറഞ്ഞ അതിമനോഹരമായ ബാല്യകാല ഓർമ്മകളുടെ കവി സഞ്ചരിച്ചെത്തിയത് ഗ്രാമത്തിൻ്റെ ഇന്നത്തെ ജീർണതയിലേക്കാണ്. പരദൂഷണങ്ങളും മാരക രോഗങ്ങളും ദാരിദ്ര്യവും എല്ലാം ഗ്രാമത്തെ നശിപ്പിക്കുന്നു. യൗവനത്തിലും ബാല്യകാല സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതൊക്കെ ഇതിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അമ്പലമണി കടമ്മനിട്ട എന്നുള്ള കവിതയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത് ഓരോന്നും. രാത്രി മഴ, കുറേ കവിതകളൊക്കെ ഇവർ എഴുതിയത് മറന്നു പോയി. ഇവിടെ പ്രത്യേകതകൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ? ചങ്ങമ്പുഴ എന്താണ് ചങ്ങമ്പുഴയുടെ ഇതിന് വാഴക്കുല, സുഗതകുമാരിൻ്റെ രാത്രിമഴ, കടമ്മനിട്ടയുടെ കിരാതവൃത്തം, ഓരോരുത്തർക്കും ഓരോ പ്രത്യേക തരം കവിതകളിലൂടെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.